നമസ്കാരം. യു പിയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലും ഇതൊക്കെ നടന്നിരുന്നെങ്കിൽ എന്ന് അറിയാതെയാണെങ്കിലും നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ചില സംഭവങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ യോഗി സർക്കാർ അധികാരത്തിൽ വന്നത് 2017-ലാണ്. 2017-ന് ശേഷം നൂറുകണക്കിന് കൊടും ക്രിമിനലുകളാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഇതിൽ പല ഏറ്റുമുട്ടലുകളും നടന്നത്. ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വന്നതോടെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ രംഗത്തെത്തി, മറ്റ് എതിർ പാർട്ടിക്കാരൊക്കെ രംഗത്തെത്തി, കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു. അതിനുശേഷം ഒരു ഇടവേളയുണ്ടായി. എന്നാൽ ഇന്ന് യു പിയിലെ ഗാസിയാബാദിൽ നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പ്രതീക്ഷയും സന്തോഷവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഈ കഴിഞ്ഞ ഏപ്രിൽ 11 ജാസിം എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ 4 വയസ്സുള്ള മകളെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ ഒളിവിൽ പോയി. പോലീസ് പലയിടങ്ങളിലും അന്വേഷിച്ചു, അയാളെ കണ്ടുകിട്ടിയില്ല. ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കനാലിനടുത്ത് എത്തിയതായുള്ള വിവരം പോലീസിന് കിട്ടുന്നത്. പോലീസ് സംഘം അവിടത്തേക്ക് കുതിച്ചെത്തി. പോലീസിനെ കണ്ടതോടെ ഈ ജാസിം, അയാളോടൊപ്പം കുറച്ച് അയാളുടെ കൂട്ടാളികളും ഉണ്ടായിരുന്നു, നാടൻ തോക്ക് ഉപയോഗിച്ച് പോലീസിനെ വെടിവെച്ചു. സ്വയരക്ഷാർത്ഥം പോലീസ് തിരിച്ചു വെടിവെച്ചു. ഈ വെടി ജാസിമിനേറ്റു. ജാസിം താഴെ വീണു. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അയാൾ മരണപ്പെട്ടിരുന്നു. എന്തായാലും ഇത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. കാരണം ഒരു വിഭാഗം ആൾക്കാർക്ക് ശരിയും തെറ്റും ഒന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അത്തരക്കാർ ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണ് എന്നാണ് അവരുടെയൊക്കെ അവകാശവാദം. എന്തായാലും യു പി ഗവൺമെൻറ് ഈ ജാസിമിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ പോലീസുകാർക്ക്, ആ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാർക്ക് 50,000 രൂപ വീതം പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് തീർത്തും നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ എന്ത് കുറ്റകൃത്യം ചെയ്താലും, അത് കൊലപാതകം ചെയ്താലും, കുട്ടികളെയോ സ്ത്രീകളെയോ പീഡിപ്പിച്ചാലും കൊലപ്പെടുത്തിയാലും ഒക്കെ ഈ പ്രതികളെ കോടതിയിൽ കൊണ്ടുപോകും. കുറച്ച് ദിവസം റിമാൻഡിൽ കഴിയും. റിമാൻഡിൽ കഴിഞ്ഞതിന് ശേഷം അയാൾ തിരിച്ച് പുറത്തിറങ്ങും. ചിലപ്പോൾ ഈ കുറ്റകൃത്യം ആവർത്തിക്കും. വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ കേസിൻ്റെ ഒരു ശിക്ഷാവിധി വരുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ ഇയാൾ ജീവനോടെ ഉണ്ടായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് അപ്പീൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ വളരെ വേദനാജനകം തന്നെയാണ്. അതാണ് നമ്മുടെ നിയമത്തിൻ്റെ ഒരു ന്യൂനത. ഇവിടെയാണ് യോഗി സർക്കാർ, അത് അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വമോ എന്തോ ആയിക്കോട്ടെ, ചില അവസരങ്ങളിൽ നമ്മൾ ധർമ്മം സംരക്ഷിക്കാനായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഒരു 4 വയസ്സുള്ള പെൺകുട്ടി, ആ കുട്ടി ലോകം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. ആ പെൺകുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയവനെ എന്താണ് ചെയ്യേണ്ടത്? അവന് അർഹിക്കുന്ന ഒരു ശിക്ഷയാണ് യോഗി സർക്കാർ കൊടുത്തത്. അവന് ജയിലിലേക്ക് കൊണ്ടുപോയാലോ, അവൻ്റെ ചികിത്സ, ആഹാരം, എല്ലാ ചെലവുകളും നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് അവന് കിട്ടും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൻ പുറത്തിറങ്ങും. അതിനുശേഷം അവൻ വീണ്ടും ഇത് ആവർത്തിക്കും. അപ്പോഴും നഷ്ടപ്പെടുന്നത് മറ്റൊരു ജീവനായിരിക്കും. എന്തായാലും യോഗി സർക്കാരിൻ്റെ കാലത്ത് യു പിയിൽ ഇത്തരത്തിൽ നൂറുകണക്കിന് ഏറ്റുമുട്ടൽ കൊലകളാണ് നടന്നത്. ആയിരക്കണക്കിന് കുറ്റവാളികൾക്ക് ഈ രക്ഷപ്പെട്ട് ഓടാനുള്ള ശ്രമത്തിൽ പോലീസിൻ്റെ വെടിയേറ്റ് പരിക്കു പറ്റിയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഒതുങ്ങി കൂടി കഴിയുകയാണ്. എന്തുകൊണ്ടാണ് സർക്കാരിനെ, അല്ലെങ്കിൽ ഒരു നീതി നാട്ടിൽ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരിയെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? തീർച്ചയായും അവന് ഈ ഇരയ്ക്ക് നീതി കിട്ടില്ല എന്നൊരു തോന്നൽ തന്നെയാണ്. ഈ കുറ്റവാളി വീണ്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇതേ കുറ്റകൃത്യം ആവർത്തിക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അത്തരക്കാരാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടലിലൂടെ കൊല്ലപ്പെടുന്നത്. നിയമ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചെയ്തത് തെറ്റാണ്. ഒരുപക്ഷെ ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പറ്റിയതായിരിക്കാം, ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം. കാരണം ഇയാൾ സമൂഹത്തിൻ്റെ ഭീഷണിയാണെന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കാം പോലീസിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ പോലീസിനെ കണ്ട് ഇയാൾ ഒരുപക്ഷെ വെടിയുതിർത്തതായിരിക്കാം, പ്രാണരക്ഷാർത്ഥം ചെയ്തതുമായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായും സമൂഹത്തിൽ, അല്ലെങ്കിൽ നാട്ടിൽ നീതി പുലരണം എന്നാഗ്രഹിക്കുന്ന നീതിപാലകരും ഭരണാധികാരികളും ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. രാജ്യത്തിപ്പോൾ വധശിക്ഷ നിലവിലില്ല. വധശിക്ഷ പ്രാകൃതമാണെന്നാണ് പല മനുഷ്യസ്നേഹികളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും ഒക്കെ അഭിപ്രായം. മര്യാദയ്ക്ക് വീടുകളിൽ ഇരിക്കുന്ന ഓരോ മനുഷ്യർ, ആ മനുഷ്യരെ ഇത്തരത്തിലുള്ള കൊലയാളികൾ കവർച്ചയ്ക്ക് വേണ്ടി വീട് തകർത്ത് അകത്ത് കയറി അയാളുടെ തലയ്ക്കടിച്ച് കൊന്നിട്ട് അയാളുടെ വസ്തുവകകളൊക്കെ അപഹരിച്ചു കൊണ്ട് പോയാലും അവന് വധശിക്ഷയില്ല. 4ഉം 5ഉം കൊലപാതകങ്ങൾ നടത്തിയാലും വധശിക്ഷയില്ല. ഇതെന്തൊരു നീതിയാണ്, എന്തൊരു വിധിയാണിത്?
അപ്പോൾ ഇത്തരം സംഭവങ്ങൾ വധശിക്ഷ കർശനമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കേരളത്തിൽ ഉൾപ്പെടെ വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നത്? കുറ്റവാളികൾക്ക് നന്നായി അറിയാം, കുറ്റകൃത്യത്തിൽപ്പെട്ട് ജയിലിൽ പോയാൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തിറങ്ങാം ജാമ്യം നേടി. അതിനുശേഷം ഇത്തരത്തിൽ ഈ കേസിൻ്റെ വിധി വരുമ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ അപ്പീൽ പോകാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പല കാരണങ്ങളാണ് ഈ പ്രതികളെ കൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് വിഴിഞ്ഞത്ത് ബാറിന് മുമ്പിലുണ്ടായ കൊലപാതകത്തിൽ സുമൻ എന്ന ചെറുപ്പക്കാരനെ തല്ലിക്കൊല്ലുന്നതിനിടയിൽ പ്രതിയായ അച്ചു പറഞ്ഞത് ചവിട്ടടാ കേസ് വന്നാലും പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ കേസ് വന്നാലും പ്രശ്നമില്ല എന്നുള്ള ഒരു ബോധ്യം ഈ പറയുന്ന കുറ്റവാളികൾക്കുണ്ട്. ഇനി അവൻ പുറത്തിറങ്ങുമ്പോൾ അവന് വീരപരിവേഷമാണ്, അവനെ ആൾക്കാർ ഭയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അത് അവൻ നന്നായി മുതലെടുക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റേതെങ്കിലും രാജ്യത്ത്, ഒരു അറബ് രാജ്യത്തോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തോ ഒക്കെ ഈ നിയമം ഇത്തരത്തിൽ ദുർബലമല്ല. നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള ചില രാജ്യങ്ങളിലാണ് ഇത്തരത്തിൽ ദുർബലമായിട്ടുള്ള വകുപ്പുകൾ. ഇവിടെ രാഷ്ട്രീയക്കാരെ ശിക്ഷിക്കാൻ നിയമമില്ല, അവർക്ക് പ്രത്യേക നിയമ പരിരക്ഷയുണ്ട്. അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഭരണകർത്താക്കൾക്കും അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർക്കുമൊക്കെ ഉള്ളത്. ഇവിടെ നിയമം സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ്. ഒരു ലോക്കപ്പ് മർദ്ദനത്തിലും ഒരു അധികാരമുള്ളവനോ സമ്പന്നനോ കൊല്ലപ്പെട്ടിട്ടില്ല. കൊല്ലപ്പെട്ടതെല്ലാം സാധാരണക്കാരായിരുന്നു, ലോക്കപ്പ് മർദ്ദനത്തിലും പോലീസിൻ്റെ മർദ്ദനത്തിലുമൊക്കെ. എന്തായാലും UP-യിൽ നിന്ന് വരുന്ന ഈ വാർത്ത അത് വളരെ നല്ലതാണ്. നിയമം ഇനിയെങ്കിലും നിയമ സംവിധാനം കണ്ണു തുറക്കട്ടെ. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നീതി കിട്ടില്ല എന്ന ബോധ്യത്തിലാണെന്നുള്ളൊരു ബോധം കോടതികൾക്കും ഉണ്ടാകട്ടെ. വധശിക്ഷ കർശനമാക്കാനും നിയമത്തിൽ ഭേദഗതി വരുത്താനും ഈ കോടതികൾ ഒരു തീരുമാനമെടുത്താൽ അവസാനിക്കുന്നതേയുള്ളൂ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ നിരക്ക്.